കൻവാർ യാത്ര കടന്നുപോകുന്ന വഴിയിലെ കടകളിൽ ഉടമസ്ഥരുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന വിവാദ ഉത്തരവിൽ പുലിവാല് പിടിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശ് പോലീസ്. ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന കടകൾക്കാണ് പോലീസിന്റെ അസാധാരണ നിർദ്ദേശം. നാസി ജർമ്മനിയിലെ വംശീയ വിവേചനത്തിന് സമാനമാണ് യോഗി സർക്കാരിന്റെ നടപടിയെന്നാണ് വിമർശനം. ഈ ഘോഷയാത്ര കടന്നുപോകുന്ന വഴികളിൽ പരസ്യമായ ഇറച്ചി വിൽപ്പന നടത്തരുതെന്ന് നേരത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തരവിട്ടിരുന്നു. ഇനി ഈ വിവാദ ഉത്തരവിന് പശ്ചാത്തലമായ കൻവാർ യാത്ര എന്താണെന്ന് പരിശോധിക്കാം. കൻവാര്യാസ് എന്നറിയപ്പെടുന്ന ശിവഭക്തരുടെ തീർത്ഥാടനമാണ് കൻവാർ യാത്ര. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ, ഗൗമുഖ്, ഗംഗോത്രി എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും ബീഹാർ സുൽത്താൻഗഞ്ചിലെ അജ്ഗൈബിനാഥിലേക്കും ഗംഗാ നദിയിലെ പുണ്യജലം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇവർ യാത്ര നടത്തുന്നത്. ഈ യാത്ര കടന്നുപോകുന്ന 240 കിലോമീറ്റർ ദൂരത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ, ധാബകൾ, ഭക്ഷണം വിൽക്കുന്ന ഉന്തുവണ്ടികൾ എന്നിവയെല്ലാം ഉടമസ്ഥരുടെ പേര് പ്രദർശിപ്പിക്കണമെന്നാണ് പോലീസ് ഉത്തരവിറക്കിയത്. देखिए, कांवड़ की तैयारियां शुरू हो गई हैं और हमारे जनपद में लगभग 240 किलोमीटर का कांवड़ मार्ग है। इसमें जितने भी खान पान के दुकानें हैं, चाहे वो होटल, ढाबे, ठेले, जहां से भी कांवड़िए अपनी खाद्य सामग्री खरीद सकते हैं, उन सबको ये निर्देशित किया गया है कि अपने प्रोप्राइटर के या काम करने वालों के नाम ज़रूर डिस्प्ले करें. ഇതിന് പിന്നാലെയാണ് പ്രതിപക്ഷം കനത്ത വിമർശനങ്ങളുമായി രംഗത്തെത്തിയത്. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: പേരുകൾ പ്രദർശിപ്പിക്കുന്നതിൽ നിന്ന് എന്താണ് ഭരണകൂടം ഉദ്ദേശിക്കുന്നത്? കോടതി സ്വമേധയാ കേസെടുത്ത് അസാധാരണ ഉത്തരവിന് പിന്നിലെ താത്പര്യം എന്താണെന്ന് അന്വേഷിക്കണമെന്നും അഖിലേഷ് യാദവ് പറഞ്ഞു. കൻവാർ യാത്രികർ മുസ്ലിങ്ങളുടെ കടകളിൽ നിന്ന് ഒന്നും വാങ്ങരുത് എന്നതാണ് നിർദ്ദേശത്തിന് പിന്നിലെ ഉദ്ദേശമെന്ന് അസദുദ്ദീൻ ഒവൈസി എക്സിൽ കുറിച്ചു. സൗത്ത് ആഫ്രിക്കയിൽ ആളുകളെ നിറത്തിന്റെ പേരിൽ വേർതിരിച്ച അപ്പാർത്തൈഡ്, ജൂതരെ ബഹിഷ്കരിക്കുന്നതിന് ആഹ്വാനം ചെയ്ത ജൂതൻ ബോയ്ക്കോട്ട് എന്നിവയും യുപിയിലെ പോലീസ് നിർദ്ദേശവും സമമാണെന്നും ഒവൈസി പ്രതികരിച്ചു. ഹോളിവുഡ് ഗാനരചയിതാവ് ജാവേദ് അക്തറും രൂക്ഷ വിമർശനമുയർത്തി. എന്തിനാണ് ഇത്തരം നിർദ്ദേശങ്ങളെന്നും നാസി ജർമ്മനിയിൽ പ്രത്യേക വിഭാഗത്തിന്റെ വീടുകളിലും കടകളിലും അടയാളം വച്ചിരുന്നതായും ജാവേദ് അക്തർ പ്രതികരിച്ചു. രാജ്യസഭാ എം പി സാകേത് ഗോഖലെ മുസഫിർ നഗർ എസ് പിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. കൂടുതൽ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ നിർദ്ദേശത്തിൽ പുതിയ തിരുത്തുമായി എത്തിയിരിക്കുകയാണ് പോലീസ്. താത്പര്യമുള്ളവർ മാത്രം പേര് പ്രദർശിപ്പിച്ചാൽ മതിയെന്നാണ് പുതിയ നിർദ്ദേശം. മതവിവേചനമല്ല ഉദ്ദേശിച്ചതെന്നും ഭക്തരെ സഹായിക്കുക മാത്രമാണ് ലക്ഷ്യമെന്നും പോലീസ് പുതിയ കുറിപ്പിൽ പറയുന്നു. കൻവാർ യാത്രയിൽ പങ്കെടുക്കുന്നവർക്ക് പ്രത്യേക ഭക്ഷണക്രമങ്ങളുണ്ട്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാത്തരം ഭക്ഷണങ്ങളും കടകളിൽ വച്ചിരുന്നത് ഭക്തർക്ക് ആശയക്കുഴപ്പങ്ങളുണ്ടാക്കി. അത് ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് നീണ്ടു. ഇത് ഒഴിവാക്കുകയായിരുന്നു ഉടമസ്ഥരുടെ പേര് പ്രദർശിപ്പിക്കുന്നതിലൂടെ ലക്ഷ്യം വച്ചതെന്നാണ് പോലീസിന്റെ വിശദീകരണം. എന്നാൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണമാണ് പ്രശ്നമെങ്കിൽ വെജിറ്റേറിയൻ മാത്രം വിൽക്കുന്ന കടകൾക്ക് അനുബന്ധമായ അടയാളം വെച്ചാൽ പോരെ എന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം. ഉടമസ്ഥരുടെ പേരും കടയിലെ ഭക്ഷണവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടുന്നില്ലത്രേ.